ലോകം കണ്ടിട്ടുള്ള യുദ്ധതന്ത്രങ്ങളുടെ ചരിത്രത്തെ അടിമുടി മാറ്റിക്കുറിക്കാൻ പോകുന്ന ഒരു പുതിയ യുദ്ധവിമാനം അമേരിക്കൻ ആയുധപ്പുരയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. കേവലം ഒരു പോർ വിമാനം എന്നതിലുപരി ആകാശത്തൊരു സാമ്രാജ്യം തന്നെ പടുത്തുയർത്താൻ ശേഷിയുള്ള അദൃശ്യ രാക്ഷസൻ എന്നാണ് F-47 വിശേഷിപ്പിക്കപ്പെടുന്നത്. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ആവേശകരമായ പ്രഖ്യാപനം ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴിതെളിച്ചിരിക്കുകയാണ്. അമേരിക്കൻ വ്യോമസേനയുടെ നെക്സ്റ്റ് ജനറേഷൻ എയർ ഡോമിനൻസ് എന്ന അതീവ രഹസ്യ പ്രോഗ്രാമിന്റെ ആണിക്കല്ലാണ് F-47. അഞ്ചാം തലമുറ വിമാനങ്ങളായ F-22 റാപ്റ്റർ, F-35 ലൈനിംഗ് എന്നിവയേക്കാൾ ബഹുദൂരം മുന്നിലാണ് ഈ വിമാനം. ശത്രുവിന്റെ റഡാറുകളിൽ തെളിയാത്ത സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയുടെ ഏറ്റവും പുതിയ രൂപമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രമുഖ വിമാന നിർമ്മാതാക്കളായ ബോയിങ്ങിനാണ് ഈ വിമാനത്തിന്റെ എഞ്ചിനീയറിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് ഡെവലപ്മെന്റ് കരാർ നൽകിയിരിക്കുന്നത്. ഡിഫൻസ് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട്സ് ഏജൻസിയുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത ഈ വിമാനം നൂറുകണക്കിന് മണിക്കൂറുകൾ നീണ്ട പരീക്ഷണ പറക്കലുകൾക്ക് ശേഷമാണ് നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കുന്നത്. വിമാനത്തിന് ചുറ്റുമുള്ള കിലോമീറ്ററുകളോളം ദൂരത്തെ വിവരങ്ങൾ ഒരേ സമയം ശേഖരിക്കാനും വിശകലനം ചെയ്യാനും ശേഷിയുള്ള നൂതന സെൻസറുകൾ ഇതിലുണ്ട്. ഭാവിയിൽ വികസിപ്പിച്ചെടുക്കുന്ന ഏതൊരു സാങ്കേതിക വിദ്യയും സോഫ്റ്റ്വെയറും വളരെ എളുപ്പത്തിൽ ഈ വിമാനത്തിൽ ഘടിപ്പിക്കാൻ സാധിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പൈലറ്റിന്റെ ഇടപെടലുകൾ കുറച്ചുകൊണ്ട് തന്നെ കൃത്യമായ ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ ഇതിന് കഴിയും. ഒരു യന്ത്ര മനുഷ്യനെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും F-47 സാധിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുമുണ്ട്. യുദ്ധമുഖത്തെ ആധിപത്യം അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് അടിവരയിട്ട് പറയുന്നത് പോലെ F-22നേക്കാൾ വളരെ ഉയർന്ന സ്റ്റെൽത്ത് മറയും കുറഞ്ഞ ചെലവിൽ കൂടുതൽ ദൂരം പറക്കാനുള്ള കഴിവും F-47നെ ലോകത്തിലെ ഏറ്റവും മികച്ച പോരാളിയാക്കുന്നുമുണ്ട്. സാധാരണയായി സ്റ്റെൽത്ത് വിമാനങ്ങൾ ദീർഘദൂര ആക്രമണങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. എന്നാൽ F-47 ആകാശത്ത് മുഖാമുഖം വരുന്ന ഡോഗ് ഫൈറ്റുകളിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. നൂതനമായ മിസൈലുകൾ ഉപയോഗിച്ച് ശത്രുവിന് ചിന്തിക്കാൻ പോലും സമയം നൽകാതെ സെക്കൻഡുകൾക്കുള്ളിൽ അവയെ തകർക്കാൻ ഈ വിമാനത്തിന് സാധിക്കും. പ്രസിഡന്റ് ട്രംപ് തന്റെ തനതായ ശൈലിയിൽ പറഞ്ഞതുപോലെ ലോകത്തിൽ മറ്റൊരു ശക്തിക്കും ഇതിനടുത്തു പോലും എത്താൻ കഴിയില്ല. അമേരിക്ക F-47 എന്ന ആയുധ വിസ്മയം പ്രദർശിപ്പിച്ച് ആഗോള ആധിപത്യം പ്രഖ്യാപിക്കുമ്പോൾ പശ്ചിമേഷ്യൻ ശക്തിയായ ഇറാൻ ഇതിനെ എങ്ങനെ കാണുന്നുവെന്നത് ശ്രദ്ധേയമാണ്. പലരും കരുതുന്നത് പോലെ ഇറാൻ ഈ പുതിയ ആയുധത്തെ കണ്ട് ഭയന്നോടുമെന്ന് വിശ്വസിക്കുന്നത് വിഡ്ഢിത്തരമായിരിക്കുമെന്നും യുദ്ധവിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാന്റെ പ്രതിരോധ രീതി അമേരിക്ക തങ്ങളുടെ പടക്കോപ്പുകൾ പ്രദർശിപ്പിക്കുകയും ആധുനിക സാങ്കേതിക വിദ്യയിൽ അഭിമാനിക്കുകയും ചെയ്യുമ്പോൾ ഇറാൻ തങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വലിയ പ്രതിരോധ കോട്ടകൾ പണിയുകയാണ്. ആയുധ ബലത്തേക്കാൾ ബുദ്ധിബലം കൊണ്ട് പൊരുതുന്ന രീതിയാണ് ഇറാൻ പിന്തുടരുന്നത്. ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന ഒരു വേട്ടക്കാരനെ പോലെയാണ് അവർ. ആകാശത്തെ F-47 വട്ടമിടുമ്പോൾ അതിനെ താഴെയിറക്കാനുള്ള ഇലക്ട്രോണിക് യുദ്ധതന്ത്രങ്ങളും മിസൈൽ കെണികളും ഭൂമിയിൽ ഇറാൻ ഒരുക്കി കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. അമേരിക്കൻ സൈനിക ശക്തിയുടെ ഈ പുതിയ മുഖം പശ്ചിമേഷ്യയിലെയും ലോകത്തെയും ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്നത് പ്രവചനാതീതമാണ്. F-47 കേവലം ഒരു യുദ്ധവിമാനമല്ല, മറിച്ച് ആകാശ യുദ്ധങ്ങളുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതുന്ന ഒരു വിസ്മയമാണ്. സാങ്കേതിക വിദ്യയുടെ ഉത്തുംഗതയിൽ അമേരിക്ക ഇത് നിർമ്മിച്ചെടുക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ മറ്റു രാജ്യങ്ങൾ എന്ത് തന്ത്രമാകും പുറത്തെടുക്കുക എന്നത് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ആകാശത്ത് അദൃശ്യനായി പറക്കുന്ന ഈ രാക്ഷസൻ സമാധാനത്തിനാണോ അതോ സർവനാശത്തിനാണോ വഴിയൊരുക്കുക എന്നത് കാലം തെളിയിക്കും. ആയുധബലത്തിന്റെ അഹങ്കാരവും പ്രതിരോധത്തിന്റെ കരുനീക്കങ്ങളും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്നത് വരും ദശകങ്ങളിലെ വലിയ ചോദ്യമായി നിലനിൽക്കുന്നു.